ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, ആ കക്ഷി വിട്ടുപോയതിലെല്ലാം ഞങ്ങൾക്ക് വിഷമം. ആ വിജയ് ശങ്കറിന്റെ അടിമ രവി എല്ലാം കണ്ടു, ഞങ്ങളാകെ നാണം കെട്ടു. ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവർക്കിപ്പോ സന്തോഷമായിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, അവര് കുറച്ച് സന്തോഷിക്കട്ടെ, അതിന് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അയാൾ ഇപ്പൊ തന്നെ നമ്മളെ കണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? നേടാനുള്ളതിനെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാമെന്ന് പറയാണ്. അതിനുശേഷം രുക്കു ഒറ്റയ്ക്ക് ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. അച്ചു ട്രെയിനിങ്ങിന്റെ ഡേറ്റ് അറിയാൻ പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ആണെന്നാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞത്. സൺഡേ ആണ് ടൂർ പ്രോഗ്രാം. എനിക്ക് അവരുടെ കൂടെ പോവാൻ ഒരു താല്പര്യവുമില്ല. അവരുടെ കൂടെ പോയാൽ എനിക്കും അച്ചുവിനും ഒരു പ്രൈവസി കിട്ടില്ലല്ലോ. ഹണിമൂണിന് ഫാമിലി ആയിട്ട് പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ ആ അച്ചു ഒരുങ്ങി നിൽക്കുകയല്ലേ എന്നെല്ലാം രുക്കു പറയുമ്പോ ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ആ ടൂർ പ്രോഗ്രാം നടക്കാൻ പോകുന്നില്ല. അത് പൊളിക്കാനുള്ള ചില പദ്ധതികളെല്ലാം വിജയേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ രുക്കുവിന് ഒരുപാട് സന്തോഷാവുകയാണ്. വിജയേട്ടന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ നീ കുറച്ച് കാര്യങ്ങൾ അമ്പാട്ടിൽ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയാണ് നിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. മഞ്ജു നമ്മുടെ കൂടെ എന്തിനും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, മഞ്ജു ചേച്ചി കൂടെ തന്നെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, മഞ്ജുവിനോട് നീ എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയണ്ട, അവളെ അത്ര അങ്ങ് വിശ്വസിക്കുകയും വേണ്ട എന്ന് പറയുമ്പോ രുക്കു ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ ചേച്ചി, എന്താണ് ടൂറ് മുടക്കാനുള്ള പദ്ധതി എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, അർച്ചന കുറെ ദിവസമായി എന്റെയും നിന്റെയും വിജയേട്ടനെ എല്ലാം നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ തകരാൻ പോകുന്നത് അമ്പാട്ടുകാരുടെ മാനമാണ്. ഇത് ഉടൻ തന്നെ സംഭവിക്കുമെന്ന് ചന്ദ്ര പറയുമ്പോ രുക്കുവിന് ഒരുപാട് സന്തോഷാവാണ്. അതിനുശേഷം വിജയ് ശങ്കർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് മുകുന്ദന്റെ ഓഫീസിലുള്ള സ്റ്റാഫ് നിതിൻ വിളിക്കുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ പറയൂ നിതിൻ, എന്തായി ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോ നിതിൻ പറയുന്നുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് സാർ. എഡിറ്റിംഗ് ഈ സമയത്ത് നടക്കുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം കൂടുതൽ എളുപ്പമായി. പാസ്വേഡ് കിട്ടാത്തതിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കിട്ടിയതോടെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ആപത്ത് ഘട്ടത്തിൽ സാർ എന്നെ രക്ഷിച്ചതാണല്ലോ, അതുകൊണ്ട് തിരിച്ചെന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ ഞാൻ ചെയ്തു തരേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇതിനെ ഞാനൊരു സഹായമായി കരുതുന്നില്ല. പോക്സോ കേസിൽ പെട്ട നിന്നെ പരിക്കുകളില്ലാതെ അതിൽ നിന്ന് ഊരിയെടുത്തതിന്റെ ഒരു ഉപകാരമായി കരുതിയാൽ മതിയെന്ന് പറയാണ്. എന്തായി, ഈ ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിതിൻ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാർ എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആ വാർത്തയാണ് എനിക്ക് കേൾക്കേണ്ടത്, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം ശരിയെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ ഫോൺ കട്ട് ചെയ്യാണ്. മുകുന്ദനാണെങ്കിൽ ഓഫീസിൽ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വന്ന് പറയുന്നത്, സാർ മേഡം വിളിക്കുന്നുണ്ടെന്ന്. മുകുന്ദൻ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ശരി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയാണ്. മുകുന്ദൻ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മേഡം എന്തിനാണ് പെന്നെ വിളിച്ചത്? എന്നെ വിളിക്കുകയാണെങ്കിൽ എന്നെ നേരിട്ട് വന്ന് വിളിക്കുകയാണല്ലോ പതിവ്. ഇന്നത് എന്തു പറ്റിയെന്ന് ആലോചിച്ച് മുകുന്ദൻ മേഡത്തിന്റെ ഓഫീസ് റൂമിലേക്ക് പോവുകയാണ്. മേഡം ആണെങ്കിൽ നിതിനോട് ചോദിക്കുന്നുണ്ട്, മെയിൽ അയച്ചോ എന്ന് ചോദിക്കുമ്പോ നിതിൻ പറയുന്നുണ്ട്, ഇല്ല മേഡം, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഒരു മെയിലും അയച്ചില്ലെന്ന് പറയാണ്. മേഡം ഇപ്പൊ പറയുന്നുണ്ട്, ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാം, താൻ ആദ്യം മെയിൽ ചെയ്യുമെന്ന് പറയാണ്. മുകുന്ദൻ വന്ന് മേഡത്തിനോട് ഗുഡ് മോർണിംഗ് മേഡം, എന്താണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. മേഡം ഇപ്പൊ മുകുന്ദനോട് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ടല്ലോ മുകുന്ദ, ഈയിടെ ഓഡിറ്റിംഗ് നടന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്, കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ ആകെ പേടിച്ചുകൊണ്ട് മുകുന്ദൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. മേഡം ഇപ്പൊ വീണ്ടും പറയുന്നുണ്ട്, മുകുന്ദൻ ഹാൻഡിൽ ചെയ്ത നമ്മുടെ ക്ലയൻസിന്റെ കണക്കിൽ 10 ലക്ഷം രൂപയുടെ മിസ്സിംഗ് ഉണ്ട് എന്ന് മേഡം പറയുമ്പോ മുകുന്ദൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. 10 ലക്ഷം അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ മേഡം, എല്ലാം അപ്ഡേറ്റ് ആണ്, നിതിനും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോ നിതിൻ പറയുന്നുണ്ട്, ഞാൻ ഈ ദിവസങ്ങളിൽ ലീവ് ആയിരുന്നത് കൊണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല മേഡം എന്ന് പറയാണ്. മേഡം ഇപ്പൊ പറയുന്നുണ്ട് മുകുന്ദനോട്, മുകുന്ദ ഇത് ഇന്നലെയോ ഇന്നോ നടന്ന കാര്യങ്ങളെല്ലാം 3 മാസങ്ങൾക്ക് മുന്നേ നടന്ന തിരിമറിയാണ്. നിങ്ങൾ ഈ കമ്പനിയുടെ പണം മോഷ്ടിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ നോട്ടപ്പിശക് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്യണം. എനിക്കൊരു എക്സ്ക്യൂസും ചോദിക്കണ്ട, എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയിരിക്കണം, പണം നിങ്ങൾ കമ്പനിക്ക് തരണം, തന്നേ പറ്റൂ എന്നൊക്കെ മേഡം പറയുമ്പോ മുകുന്ദൻ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്, മേഡം ഞാൻ ആ പണം എടുത്തിട്ടില്ല, എനിക്കിതിനെ കുറിച്ച് അറിയില്ല മേഡം, 10 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ എന്ന് ചോദിക്കുമ്പോ മേഡം പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയണ്ട, എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയിരിക്കണം, ഇതിന്റെ പേരിൽ എനിക്ക് വേണമെങ്കിൽ പോലീസ് കേസ് കൊടുക്കാം, പക്ഷേ നിങ്ങളുടെ ജോലി പോവും, നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് പോയാലും 10 ലക്ഷം രൂപ തിരികെ കിട്ടില്ലല്ലോ. മുകുന്ദൻ ഇതിനു മുന്നേ കമ്പനിക്ക് ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ മറക്കില്ല, ആ ഓർമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്.
ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ 10 ലക്ഷം രൂപ കമ്പനിക്ക് തരണം, എങ്കിലേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കൂ. എന്താണെങ്കിലും എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകും. നിങ്ങൾക്ക് പോവാമെന്ന് പറയുമ്പോൾ വളരെ ടെൻഷനായി സങ്കടത്തോടെ മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കണ്ടിരിക്കുന്ന നിതിനാണെങ്കിൽ ആകെ സന്തോഷാവുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ ആകെ ടെൻഷനായി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? എവിടെ നിന്നും 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും? എന്റെ ജോലിയും ഇല്ലെങ്കിൽ നഷ്ടപ്പെടും. ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിതിൻ അങ്ങോട്ടേക്ക് വന്ന് മുകുന്ദനെ നോക്കുന്നത്. നിതിന് മുകുന്ദനെ കണ്ട് ആകെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ റൂമിലിരുന്നുകൊണ്ട് കേസിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. ചിന്നു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മേ, മുകുന്ദൻ മാമന് എന്തോ പ്രശ്നമുണ്ടോ? ഓഫീസിൽ നിന്ന് വന്നപ്പോ തന്നെ ആകെ വിഷമത്തിലായിരുന്നു. അല്ലെങ്കിൽ വന്ന ഉടനെ തന്നെ എന്നോട് ഭയങ്കര സംസാരവും സന്തോഷത്തോടെയൊക്കെ കളിക്കലും ചിരിക്കലൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അതൊന്നും ഉണ്ടായില്ല. ഓഫീസിൽ എത്ര വലിയ തിരക്കുകളുണ്ടെങ്കിലും എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം മുകുന്ദൻ മാമൻ ഇവിടെ വന്നാ മറക്കും. ഇന്നിപ്പോ വന്നപ്പോ മുതൽ റൂമിൽ കയറി കിടക്കുകയാണ്. എന്തായാലും മുകുന്ദൻ മാമന് എന്തോ പ്രശ്നമുണ്ട് അമ്മേ എന്നൊക്കെ ചിന്നു പറയുമ്പോ അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൻ എന്നോട് പറയേണ്ടതാണല്ലോ, ഞാൻ എന്താണെന്ന് അവനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന മുകുന്ദന്റെ റൂമിലേക്ക് പോവുകയാണ്. മുകുന്ദനാണെങ്കിൽ ആകെ ടെൻഷനായി. 10 ലക്ഷം രൂപ എവിടുന്ന് എടുത്തു കൊടുക്കുമെന്നറിയാതെ ഇനി ആ ക്യാഷ് കൊടുത്തില്ലെങ്കിൽ തന്റെ ജോലി പോകുമെന്നൊക്കെ കരുതി അങ്ങനെ സങ്കടത്തോടെ റൂമിൽ കിടക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രമ്യ വരുന്നത്. മുകുന്ദനെ കണ്ട് രമ്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മുകുന്ദേട്ടൻ എന്തു പറ്റിയെന്ന്. ചായ കൊടുത്തതും മുകുന്ദൻ അവിടെ കുടിക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നീട് രമ്യ ആ ചായ എടുത്ത് മുകുന്ദന് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. മുകുന്ദേട്ട, ഈ ചായ കുടിക്ക്, അല്ലെങ്കിൽ അത് തണുത്തു പോകുമെന്നൊക്കെ പറയാണ്. രമ്യ ചോദിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കാതെ മുകുന്ദൻ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചനയും ചിന്നും കൂടി വരുന്നത്. അർച്ചന നിന്നിട്ട് മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, മുകുന്ദ എന്തു പറ്റി, സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട്, എന്തു പറ്റിയെന്ന് അറിയില്ല ചേച്ചി, ഓഫീസിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഈ കിടപ്പാണെന്ന് പറയാണ്. പിന്നീട് അർച്ചന മുകുന്ദനോട് പറയുന്നുണ്ട്, ഡാ എണീക്ക്, ഈ ചായ കുടിക്കെന്ന് പറഞ്ഞ് രമ്യയുടെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങിച്ച് മുകുന്ദന് കൊടുക്കുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ചേച്ചി, നല്ല തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർച്ചന പറയുന്നുണ്ട്, തലവേദന ആയതുകൊണ്ടാണ് എന്നോട് ഈ ചായ കുടിക്കാൻ പറഞ്ഞത്, അത് കുടിക്കുകയെന്ന് പറയാണ്. അങ്ങനെ മുകുന്ദൻ ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനി പറ, എന്താണ് നിന്റെ പ്രശ്നം? നീയും രമ്യയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാനും മോഹൻേട്ടനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാണ്. അർച്ചന എന്നിട്ട് മുകുന്ദന്റെ തലയിൽ തൊട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ശരിക്കും തലവേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, തലവേദനയൊന്നുമില്ല ചേച്ചി, ഓഫീസിലെ വർക്ക് പ്രഷറും വർക്ക് ലോഡിങ്ങും കാരണം കൊണ്ടാണ്. ഇതിന്റെ തലവേദനയാണ്, കുറച്ച് വിശ്രമിച്ചാൽ അത് മാറാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഇവൻ വിശ്രമിക്കട്ടെ, ആരും ശല്യം ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. രമ്യ അപ്പൊ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇതാണ് പ്രശ്നമെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, രമ്യ, നീ എന്നെ ടെൻഷൻ ആക്കല്ലേ, അല്പം സ്വസ്ഥത തായോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുകുന്ദൻ പോയി കിടക്കുകയാണ്. എന്നാൽ മുകുന്ദനും രമ്യയും സംസാരിക്കുന്നതെല്ലാം മഞ്ജു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. മുകുന്ദന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മഞ്ജുവിന് മനസ്സിലാവുകയാണ്. മഞ്ജു എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. രുക്കു ആണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രുക്കുവിനെ അപ്പൊ സ്വകാര്യമായി വിളിച്ചുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട്, രുക്കു, നീ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞോ? ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം മുകുന്ദൻ ആകെ ടെൻഷനിലാണ്. അവൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അർച്ചന ചേച്ചി പോലും ചോദിച്ചിട്ട് അവനൊന്നും തുറന്നു പറഞ്ഞില്ല. അപ്പൊ എന്തോ തക്കതായ കാരണമുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോ രുക്കുവിനാണെങ്കിൽ ആകെ ഒരു സന്തോഷമുണ്ട്. രുക്കു എന്നിട്ട് മഞ്ജുവിനോട് പറയാണ്, മുകുന്ദേട്ടന്റെ പ്രശ്നം നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. മുകുന്ദേട്ടനൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷേ പറയാതെ തന്നെ എനിക്കറിയാം മുകുന്ദേട്ടന്റെ ജോലി പോവും, അതിനാണ് സാധ്യത. അധികം വൈകാതെ തന്നെ മുകുന്ദേട്ടനെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടും. അങ്ങനെ ഒരു പ്രശ്നമാണ് മുകുന്ദേട്ടനെ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത്. നാണക്കേട് കൊണ്ടാണ് മുകുന്ദേട്ടൻ ഇവിടെ ആരോടും പറയാത്തതെന്നൊക്കെ രുക്കു മഞ്ജുവിനോട് പറയാണ്. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചനയെ കാണുന്നതും രുക്കുവും മഞ്ജുവും ആകെ പേടിക്കുന്നുണ്ട്. അർച്ചന അപ്പൊ തന്നെ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, മുകുന്ദന്റെ ഓഫീസിലെ കാര്യങ്ങൾ നിനക്കെങ്ങനെ അറിയാം? എന്റെ ജോലി പോകുമെന്നുള്ള കാര്യം നിന്നോട് ആരാണ് പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോ ഞാൻ കേട്ട കാര്യം പറഞ്ഞേ ഉള്ളൂ എന്ന് രുക്കു പറയാണ്. അർച്ചന അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കേട്ടത്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി പറയാലോ. മുകുന്ദന്റെ പ്രശ്നം എന്താണെന്ന് അവൻ ഇവിടെ ആരോടും പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് അവന്റെ ഓഫീസിലെ കാര്യങ്ങൾ നീ അറിഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, മുകുന്ദേട്ടന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് സത്യേട്ടന്റെ ഫ്രണ്ടാണ്. അയാള് പറഞ്ഞ കാര്യങ്ങളാണ് സത്യേട്ടൻ എന്നോട് പറഞ്ഞത്, വേറൊന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും വേഗം റൂമിലേക്ക് പോവുകയാണ്. മഞ്ജു അപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, രുക്കു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമോ ചേച്ചി?
ചേച്ചി ശരിക്കും മുകുന്ദന്റെ ജോലി പോവുമോ? അങ്ങനെ ജോലി പോയാൽ മുകുന്ദനും രമ്യയും എങ്ങനെ ജീവിക്കുമെന്നൊക്കെ മഞ്ജു ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നീ അവരുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. മഞ്ജുവിനാണെങ്കിൽ മുകുന്ദനും രമ്യയ്ക്കും ഒരു പണി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ചില നേരത്ത് രമ്യയ്ക്ക് ഭയങ്കര ജാടയാണ്. ഇതോടെ എന്തായാലും അത് തീർന്നു കിട്ടുമെന്നൊക്കെ മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. മുകുന്ദനാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ടെൻഷനായി അങ്ങനെ മുറ്റത്തിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് മുകുന്ദന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ ജോലിക്ക് എന്താടാ പ്രശ്നം? നിന്റെ പ്രശ്നം മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത്? എന്താ പ്രശ്നമെന്ന് ഞാൻ നിന്നോട് ആദ്യമേ ചോദിച്ചതാണ്, നീ അപ്പോ എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അങ്ങോട്ടേക്ക് അനന്തനും അച്ചുവും കൂടി വരുന്നുണ്ട്. പിന്നീട് അവര് 4 പേരും ഇരുന്ന് സംസാരിക്കുകയാണ്. എല്ലാവരും തന്നെ മാറി മാറി മുകുന്ദനോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന്. ഒടുവിൽ മുകുന്ദൻ പറയുന്നുണ്ട്, ഒന്നുമില്ല ചേച്ചി, നിങ്ങൾ കരുതുന്നത് പോലെ ഒരു പ്രശ്നവുമില്ല. ഓഡിറ്റിംഗിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാനായിട്ട് തന്നെ കറക്റ്റ് ചെയ്യാമെന്ന് MD-യോട് പറയുകയും ചെയ്തു. MD അത് സമ്മതിക്കുകയും ചെയ്തു, വേറൊരു പ്രശ്നവുമില്ല എന്നൊക്കെ മുകുന്ദൻ പറയുമ്പോൾ അനന്തനും അച്ചുവും പറയുന്നുണ്ട്, ഇതായിരുന്നോ കാര്യം? ചേച്ചി പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഏട്ടന്റെ ജോലി പോവുമെന്ന്. ആകെ ടെൻഷനായി പോയി എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ചേച്ചിയെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ സത്യമാണോ എന്ന് അർച്ചന ചോദിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.